കച്ചവട താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പച്ചക്കളവുകളാൽ കെട്ടിയുണ്ടാക്കിയ അമേരിക്കയുടെ പ്രതിരോധത്തിന്റെ മുഖമൂടിയാണ് ഇപ്പോൾ ഇറാന് മുന്നിൽ അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുന്നത്. വെനിസ്വേലയെ ആക്രമിക്കുമ്പോൾ അവിടെ പ്രത്യേകമായ ഒരു സോണിക് വെപ്പൺ ഉണ്ട് എന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ലോകത്താരും ചിന്തിക്കാത്ത തരം രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട ട്രംപിന്റെ ആയുധങ്ങൾ എവിടെ പോയി എന്നാണ് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വെനിസ്വേലയുടെ സാഹചര്യം എടുത്തു നോക്കുമ്പോൾ അവരെ കീഴടക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. അതേസമയം ഇറാനിലേക്ക് എത്തുമ്പോൾ നെതന്യാഹുവും ട്രംപും കിതക്കുകയാണ്. ഇതാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ദക്ഷിണ കൊറിയക്ക് ഏകദേശം 8 വർഷത്തിലധികമായി അവിടെ വിന്യസിച്ച, അതായത് ഉത്തര കൊറിയയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ വേണ്ടി അമേരിക്ക വിന്യസിച്ച താഡ് സിസ്റ്റങ്ങൾ ഇപ്പോൾ അഴിച്ച് പെറുക്കി പീസുകളാക്കി മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന് കേൾക്കുമ്പോൾ അമേരിക്ക എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തി എന്തായിരുന്നു എന്നാണ് ലോകം ചോദിക്കുന്നത്. ഇറാനുമായി ഏകദേശം 10 ദിവസം മാത്രം യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിന്യസിച്ച ആയുധങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി അതെല്ലാം കിറ്റുകളാക്കി മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇസ്രയേലിനെ സംരക്ഷിക്കേണ്ട ഗതികേട് അമേരിക്കക്കുണ്ടായെങ്കിൽ എവിടെയാണ് ഇതുവരെ നമ്മൾ കേട്ടിരുന്ന അമേരിക്കൻ പ്രതിരോധം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലോകത്ത് 1ാം ശക്തിയോ 2ാം ശക്തിയോ 3ാം ശക്തിയോ അല്ല ഇറാൻ എന്ന് പറയുന്നത്. പക്ഷെ ഇറാന് മുന്നിൽ 10 ദിവസം മാത്രം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധ കോട്ട കൊത്തളങ്ങളെല്ലാം തവിടുപൊടിയായി ഇടിഞ്ഞു വീണു എന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്രതിരോധത്തിന്റെയൊക്കെ അവസ്ഥ എന്നതാണ് നാം ചിന്തിക്കുന്നത്. അമേരിക്ക യഥാർത്ഥത്തിൽ ചൈനയോടോ റഷ്യയോടോ യുദ്ധത്തിന് പോയാൽ അമേരിക്കയുടെ ഗതി എന്താകുമെന്നാണ് ലോകത്ത് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ചിലവ് കൂടിയ ആയുധങ്ങളൊന്നും വേണ്ട, ലേസർ സംവിധാനമുണ്ട്, അയൺ ബീമുകളുണ്ട് എന്ന് അവകാശപ്പെട്ട ഇസ്രയേലിന്റെ അയൺ ബീമുകൾ, ലേസർ വെപ്പൺസുകൾ എവിടെ പോയി? ലേസർ വെപ്പൺസുകൾ ഉണ്ടെങ്കിൽ ഈ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ ചെലവില്ലല്ലോ. മാത്രമല്ല, പ്രകാശ വേഗതയുള്ള ഈ ലേസർ സംവിധാനങ്ങളിൽ നിന്ന് ഒരു ഡ്രോണിനും തന്നിമാറാൻ കഴിയില്ലല്ലോ. എവിടെ പോയി ഈ ഊതിവീർപ്പിച്ച ലേസർ വെപ്പൺസുകൾ? ഇത് വെറും കഥയായിരുന്നോ എന്നാണ് ഇപ്പോൾ ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോകത്ത് ഊതിവീർപ്പിച്ചിരുന്ന ബലൂൺ ഇപ്പോൾ പൊട്ടിപ്പോയിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസം ഇറാനും ഇസ്രയേലും നടന്ന യുദ്ധത്തിൽ തന്നെ ഇസ്രയേൽ എന്താണെന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമായിട്ടുണ്ട്. പല രാഷ്ട്രങ്ങൾക്കും ഇസ്രായേലിന് മേൽ തിരിച്ചടിക്കാൻ ശക്തി ഞങ്ങൾക്കും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന പല ചിന്തകളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും അത് ലോകത്തെ കൊണ്ടെത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ ദുരന്ത കഥകളാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നിൽ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഇനി മറ്റൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യുമെന്ന് ലോകം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിരോധങ്ങൾ ഇല്ലാത്ത അമേരിക്ക എങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുമെന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കുറവുകളെയെല്ലാം വീണ്ടെടുക്കാൻ അമേരിക്കക്ക് വരുന്നത് വർഷങ്ങളോളമാണെങ്കിൽ ഈ അടുത്തൊരു യുദ്ധം അമേരിക്കയെ തേടിയെത്തിയാൽ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ സാഹചര്യം എന്തായിരിക്കും എന്നത് ലോകം ഇപ്പോൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. എന്തായാലും അമേരിക്കയെയും ഇസ്രയേലിനെയും എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ അവരുടെ പ്രതിരോധ നീക്കങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിരോധം മാത്രമല്ല, തിരിച്ചടിയിലൂടെ ശത്രു പാഠം പഠിക്കുമെന്ന് ഇറാൻ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേലിനെയും അമേരിക്കയെയും ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 1ഉം 2ഉം തവണയാണ് ഇപ്പോൾ ട്രംപിന്റെ സന്ദേശങ്ങൾ ഇപ്പോൾ ടെഹ്റാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു സീസ് ഫയർ വേണം, വെടിനിർത്തൽ വേണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.